ഭീകരാക്രമണം നടന്ന അമേരിക്കയിലെ ന്യൂ ഓർലൻസിലെ ബോർബോൺ തെരുവ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇന്നലെ IS ഭീകരൻ ജനങ്ങൾക്കിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റി 14 പേരെ ഈ തെരുവിലാണ് കൊലപ്പെടുത്തിയത്. അക്രമി ഷംസുദ്ദീൻ ജബ്ബാർ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും ഇയാൾക്ക് മറ്റാരുടെയും പിന്തുണ ഉണ്ടായിട്ടില്ലെന്നും FBI കണ്ടെത്തിയിരുന്നു. ആക്രമണം നടത്തുന്നതിന് മുൻപ് ചിലയിടങ്ങളിൽ ഇയാൾ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായും FBI അറിയിച്ചു. തുടർന്ന് ISന് പിന്തുണ പ്രഖ്യാപിച്ച വീഡിയോയും പോസ്റ്റ് ചെയ്തു. ലാസ് വേഗാസ് ട്രംപ് ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച സംഭവത്തിൽ അക്രമിക്ക് നേരിട്ട് പങ്കില്ലെന്നും FBI അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം 2 ആക്രമണങ്ങളാണ് നടക്കുന്നത്. അത് വലിയ സംശയത്തിലേക്ക് വഴിവെച്ചിരുന്നു. ഒന്നിൽ കൃത്യമായ ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേതിലും അത് വരുന്നു. ഐസൻ. തീർച്ചയായും കൃഷ്ണരാജ്, രണ്ടാമത്തെ വിഷയം, അതായത് നേരത്തെ സൂചിപ്പിച്ച ന്യൂ ഓർലൻസിൽ നടന്ന ഈ അക്രമം കൃത്യമായും ആസൂത്രണം ചെയ്തത് ഒരു IS ഭീകരനാണ്, അല്ലെങ്കിൽ ISൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ തെളിവുകൾ ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ ഷംസുദ്ദീൻ ജബ്ബാർ എന്ന് പറയുന്ന ആൾ അഫ്ഗാനിസ്ഥാനിലും മറ്റും US പൗരനാണ്. അദ്ദേഹം ടെക്സസ് സ്വദേശിയുമാണ്. ആ US-ൻ്റെ സൈന്യത്തിൽ തന്നെ അദ്ദേഹം HR മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ ഈ മനുഷ്യവിഭവശേഷിയുമായി ബന്ധപ്പെട്ട സൈന്യത്തിൻ്റെ സേവനത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതിൻ്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ ISൻ്റെ ശക്തി കേന്ദ്രങ്ങളിലുമെല്ലാം തന്നെ സേനാവിന്യാസത്തോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം ISൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടു എന്ന് വളരെ കൃത്യമായി FBI സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ ഇത്തരത്തിലുള്ളൊരു അതിക്രമത്തിന് അദ്ദേഹം മുതിർന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ബോർബോൺ തെരുവിൽ അദ്ദേഹം ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരാൾ ഗുരുതരമായ അവസ്ഥയിൽ കിട്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. 14 പേർ കൊല്ലപ്പെട്ടു എന്ന് വളരെ കൃത്യമായ റിപ്പോർട്ടുകളും 40ഓളം പേർക്ക് പരിക്കേറ്റുവെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് സ്ഫോടക വസ്തുക്കൾ പലയിടങ്ങളിൽ സ്ഥാപിക്കുകയും അതിന് മുകളിലൂടെ കാറോടിക്കാൻ ഒരു നീക്കം നടത്തുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഇതുവരെ ആ വീഡിയോ പുറത്തു വന്നിട്ടില്ല എങ്കിൽ കൂടി ആ വീഡിയോ, അതായത് അദ്ദേഹം ഒരു വീഡിയോ, ഈ കുറ്റവാളി അക്രമി ഒരു വീഡിയോ ISനെ അനുകൂലിച്ച് പോസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങളും FBI പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല അയാളുടെ വാഹനത്തിൽ IS പതാക ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഏതായാലും 3 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകളുടെ സമഗ്ര ചിത്രം നൽകുകയായിരുന്നു ഐസൻ ജോസ്.